ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തണ്ണിമത്തം കൊണ്ട് വ്യത്യസ്തമായ ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു അരക്കപ്പോളം എൻ്റെ പാല് കിട്ടിയിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. 1-ാം പാൽ ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്, 2-ാം പാലായിട്ട് എടുത്തിട്ടില്ല. ഒറ്റ ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതോണം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള പാലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതോണം ഒന്ന് മിക്സ് ചെയ്ത് മൊത്തത്തിലൊന്ന് നല്ലതോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ പരുവത്തിന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കിഷ്ടമുള്ള എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ തണ്ണിമത്തൻ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചൂട് സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ജ്യൂസൊന്നും അടിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മളിനി മറ്റൊരു വീഡിയോയുമായി കാണാം.